സംസ്ഥാനത്ത് 2 വർഷത്തിനിടെ ബാറുകളിൽ നിന്നുള്ള നികുതി വരുമാനത്തിലുണ്ടായത് 50 കോടിയുടെ കുറവാണ്. 2016-ലെ 29-ൽ നിന്നും 850ഓളമായി ബാറുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോഴാണ് നികുതി വരുമാനം താഴേക്ക് പോകുന്നത്. എന്നാൽ വരുമാനക്കുറവിന്റെ കാരണം അറിയില്ലെന്ന വിചിത്ര മറുപടിയാണ് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് നൽകുന്നത്. ജനം ബ്രേക്കിംഗ്. മദ്യവർജനം പറഞ്ഞ് അധികാരത്തിലേറിയ സർക്കാർ ചെയ്തതെല്ലാം സംസ്ഥാനത്ത് മദ്യപ്പിഴയൊടുക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയ 2016-ൽ കേരളത്തിലുണ്ടായിരുന്നത് വെറും 29 ബാറുകൾ. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പുതിയതായി അനുമതി നൽകിയതാകട്ടെ 200ഓളം ബാർ ലൈസൻസുകൾക്ക്. മുൻ സർക്കാർ റദ്ദ് ചെയ്ത 442 ബാർ ലൈസൻസുകൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഇതുവരെ 180ഓളം ബാർ ലൈസൻസുകളും അനുവദിച്ചു. എന്നാൽ ബാറുകളുടെ എണ്ണം കൂടുമ്പോഴും അവ സർക്കാർ ഖജനാവിലേക്ക് നൽകുന്ന വരുമാനത്തിലുണ്ടാകുന്നത് കോടികളുടെ ഇടിവ്. ബാർ ഹോട്ടലുകളിലെ ബിയറും വൈനും ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും അടക്കമുള്ളവയുടെ വിൽപ്പനയിൽ നിന്നുള്ള വിറ്റുവരവ് നികുതി വരുമാനത്തിലാണ് കുറവുണ്ടായിരിക്കുന്നത്. വിവരാവകാശ അപേക്ഷയിൽ ലഭിച്ച മറുപടി പ്രകാരം 2022-23 കാലത്തെ ബാറുകളിൽ നിന്നുള്ള വിറ്റുവരവ് നികുതി വരുമാനം 617.23 കോടി രൂപ. 2023-24 കാലത്തേക്ക് വരുമ്പോഴത് 579.85 കോടിയായി കുറയുന്നു. രേഖപ്പെടുത്തിയത് 37.38 കോടിയുടെ കുറവ്. 2024-25 സാമ്പത്തിക വർഷം അത് വീണ്ടും 12.92 കോടി ഇടിഞ്ഞ് 566.93 കോടിയായി മാറി. ബാറുകളുടെ എണ്ണവും മദ്യഭോഗവും വർദ്ധിക്കുമ്പോൾ തന്നെയാണ് സർക്കാരിന് ലഭിക്കേണ്ട നികുതി വരുമാനം കുറയുന്നതെന്നതാണ് വിചിത്രം. വരുമാന വ്യതിയാനത്തിൻ്റെ കാരണങ്ങൾ ലഭ്യമല്ലെന്നും സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് നൽകിയ വിവരാവകാശ മറുപടിയിൽ പറയുന്നു. ലൈസൻസ് അനുവദിക്കുന്നതിനപ്പുറത്തേക്ക് ബാറുകളിൽ കൃത്യമായ പരിശോധന നടത്താൻ എക്സൈസും നികുതി വകുപ്പുമൊന്നും തയ്യാറാകുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. ബാർ മുതലാളിമാർക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ ഇടപെടലുകളും ഇത്തരം പരിശോധനകൾക്ക് തടസ്സമാകുന്നു. ഫലത്തിൽ സംസ്ഥാന ഖജനാവിനുണ്ടാകുന്നത് കോടികളുടെ നഷ്ടവും. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.